ഒരു സൈക്ലോണില് ഇവിടെ കടന്നു പോകുന്നല്ലേ നമ്മള് നാട്ടിലെ ഹർത്താൽ പോലെ എല്ലാം കരുതി വെച്ചിട്ടുണ്ട്. ഓസ്ട്രേലിയയില് നമ്മള് 17 വർഷമായി ആദ്യമായിട്ടാണ് ഈ സൈക്ലോൺ. ആൽഫ്രഡിൽ പറയുന്നത് വെച്ചാല് സൈക്ലോൺ എന്ന് പറഞ്ഞാൽ ചുഴലിക്കാറ്റാണല്ലോ, എല്ലാവർക്കും അറിയാലോ. കാരവാനും ചെറിയ വണ്ടികൾ വരെ പറന്നു പോകാനുള്ള അത്രയും ശക്തിയായ കാറ്റാണ് 150 km/h കൂടുതൽ സ്പീഡിൽ വീശുന്നാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ ആദ്യമായിട്ടാണ് നമ്മൾ ഇങ്ങനെയൊരു സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്നത്. ഇതുവരെ നമ്മള് സ്ഥലങ്ങളിൽ നിന്നിട്ടുണ്ട്, വെള്ളപ്പൊക്കമൊക്കെ ഉണ്ടായിട്ടുണ്ട്, പക്ഷെ നമ്മളെ അത്ര അഫക്റ്റ് ചെയ്തില്ലായിരുന്നു. പക്ഷെ ഇത് എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു ഭീകര അന്തരീക്ഷം അല്ലേ കടന്നു പോകുന്നെന്ന് പറഞ്ഞാല്. അതെ, ഇപ്പൊ ഒരാഴ്ചയായി നമ്മൾ ഇതിനു വേണ്ടിട്ട് പ്രിപ്പയർ ചെയ്യുന്നു. ഇവിടെ റോഡിന്റെ സൈഡിൽ ട്രക്കും വലിയ വണ്ടികളൊക്കെ പാർക്ക് ചെയ്തിട്ടുണ്ട്. അത് എമർജൻസി യൂസിന് വേണ്ടിയിട്ടുള്ളതാണോ അതോ ഗാരാജ് എന്ന സാധനം ഇവരൊക്കെ വണ്ടികളൊക്കെ മാറ്റി ഇപ്പം പാർക്ക് ചെയ്തതാണോ ഒന്നും അറിയില്ല. ആസ് ഫാർ ആസ് ഐ നോ, അല്ലെങ്കിൽ ഞങ്ങൾ ഫ്രണ്ട്സ് പറഞ്ഞത് ഇവർ ആ ഹില്ലിൽ എമർജൻസി സിറ്റുവേഷൻ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ട്രക്സൊക്കെ പാർക്ക് ചെയ്തതെന്നാണ്. അറിയില്ല. പിന്നെ വെതർ വെരി ക്ലൗഡി, റെയിനിങ് ഇപ്പം ഇല്ല. ഇപ്പം സൈക്ലോൺ നാളെ ആണ് ഇതായിട്ട് ഹിറ്റ് ചെയ്യാന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് നമുക്ക് ഇപ്പം വർക്കിന് പോകുന്നതും പിന്നെ സാധനങ്ങൾ വാങ്ങാൻ പോകുന്നതിനൊന്നും റെസ്ട്രിക്ഷൻ ഇല്ല. പിന്നെ ഇന്ന് ആഫ്റ്റർനൂൺ തൊട്ട് നന്നായിട്ട് ഒന്നുകൂടെ ജാഗരൂകരായിരിക്കാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഈ സൈക്ലോൺ ആയതുകൊണ്ട് നമുക്ക് പറയാനൊന്നും പറ്റില്ലല്ലോ. പിന്നെ ഒരു കാർ ഷോറൂമാണ് കാണുന്നത്. അവർ കാർസൊക്കെ മൂവ് ആക്കിയിട്ടുണ്ട്. പിന്നെ നമ്മളിപ്പം എത്താൻ പോകുന്ന ഒരു ബ്രിഡ്ജിൻ്റെ സൈഡിലേക്കാണ്. ആ ബ്രിഡ്ജ് ഈ സ്ഥലങ്ങൾ ഇപ്പം നമ്മളുള്ള സ്ഥലമൊക്കെ മുങ്ങിയ സ്ഥലമാണ്. ഈ ബ്രിഡ്ജിൻ്റെ മുകളിൽ കാണുന്ന ആ സൈന് മാത്രം മീൻസ് ഈ ബ്രിഡ്ജിൻ്റെ ആ ഒരു ഏരിയയിലാണ് ആൾക്കാരൊക്കെ നിന്നിരുന്നത്. ഈ റിവറിൽ ഫ്ലഡ് വന്നപ്പോൾ റെസ്ക്യൂവേഴ്സ് വന്നിട്ട് അവിടെ നിന്നാണ് ആൾക്കാരെയൊക്കെ എടുത്തുകൊണ്ട് പോയത്. പിന്നെ വാട്ടർ ഇപ്പം കൂടി വരുന്നുണ്ട്. പിന്നെ നമുക്ക് കാണാൻ പറ്റും ആൾക്കാർ സാധനങ്ങളൊക്കെ ട്രക്കിലേക്ക് മാറ്റി സേഫായിട്ടുള്ള സ്ഥലത്തേക്ക് പോകാനാണ്. അപ്പം ആൾക്കാർ ഈ സ്ഥലം കണ്ടോ, ഇതും അതെ ഹെവിലി എഫക്റ്റഡ് ഏരിയ ആണ് ഫ്ലഡ് 2022 ഈ നോർത്തേൺ റിവേഴ്സിലെ ലിസ്മോർ എന്ന് പറഞ്ഞാൽ ഒരു ഫ്ലഡ് പ്രോൺ ഏരിയ ആണ്. ഇതിന് വർഷങ്ങൾക്ക് മുന്നേ ഫ്ലഡ് ഉണ്ടായിട്ടുണ്ട്. ബട്ട് 2022 ഞാൻ ഇതിൻ്റെ തൊട്ടടുത്തുള്ള ഒരു ഏരിയയിലുണ്ടായിരുന്നു. ഫ്ലഡിൻ്റെ ഒരു ഭീകരത ഞാൻ കണ്ടതാണ്. അഫക്റ്റഡ് ആയിരുന്നില്ല, പക്ഷേ വാട്ടറിൻ്റെ ഒരു പിന്നെ നമുക്ക് അത്രയും ചിന്തിക്കാൻ പോലും പറ്റാത്ത ഒരവസ്ഥയായിരുന്നു. ഇപ്പോൾ കണ്ടോ, റിവറിലൊക്കെ വാട്ടർ ഓൾറെഡി പിന്നെ പൊങ്ങി വരുന്നുണ്ട്. അതുകൊണ്ട് റിവറിൻ്റെ സൈഡിലുള്ളവരൊക്കെ മാറിപ്പോകാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അവർക്ക് പ്രിപ്പയർ ചെയ്യാനുള്ള സമയമുണ്ട്. ഈ ഹോട്ടൽ കണ്ടോ, ഇതൊക്കെ കഴിഞ്ഞ 2022 ഫ്ലഡിൽ മുങ്ങിപ്പോയതാണെന്നാണ് എൻ്റെ ഫ്രണ്ട്സ് പറഞ്ഞത്. പിന്നെ അതുകൊണ്ട് അവിടെ നിന്നൊക്കെ ആൾക്കാർ ഓൾറെഡി പോയി. ഈ ഒരു റിവർ ഈ നമ്മുടെ CBDയുടെ തൊട്ടടുത്താണ് ഇതുള്ളത്. ഇത് പാലൊക്കെ മുങ്ങിപ്പോയതാണ് കഴിഞ്ഞ പ്രാവശ്യം. ഈ ബിൽഡിങ്ങുകളൊക്കെ 14.1 മീറ്ററായിരുന്നു കഴിഞ്ഞ പ്രാവശ്യത്തെ ഫ്ലഡ്. അതുകൊണ്ട് ആൾക്കാർക്കൊക്കെ ഭയങ്കര പേടിയാണ്. അതുകൊണ്ട് എല്ലാവരും തന്നെ മൂവ് ഔട്ട് ആയിട്ട് പോകുന്നുണ്ട്. എല്ലാവരും പാക്ക് ചെയ്യുന്ന തിരക്കാണ്, സാധനങ്ങളൊക്കെ എടുത്ത് മാറ്റുവാണ്. ഇതാണ് ലിസ്മോർ ടൗണിൻ്റെ ഒരു ഭാഗമാണ്. അപ്പം നമ്മൾ വർക്കിന് പോകുമ്പം എടുക്കുന്നതാണ് ഈ വീഡിയോ. അതുകൊണ്ട് പിന്നെ പെട്ടെന്നുള്ള ഒരു ഇതായിരുന്നു, അതുകൊണ്ട് പ്ലാൻഡ് അല്ല. സാധനങ്ങളൊക്കെ കണ്ടോ ആൾക്കാരെടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇപ്പോഴും ആൾക്കാർ സാധനങ്ങൾ മാറ്റാനും സാധനങ്ങൾ വാങ്ങാനും ഒക്കെ ആയിട്ട് പുറത്തിറങ്ങിയിട്ടുണ്ട്. ഇപ്പം സേഫാണ്. കൗൺസിലിൻ്റെ വാർണിങ്ങും പിന്നെ ന്യൂസും സ്റ്റേറ്റ് എമർജൻസി സർവീസിൻ്റെ വാർണിങ്ങൊക്കെ എല്ലാവരും അവെയർ ആണ്. എന്നാലും ഞാനും പറയുവാണ്, സ്റ്റേ അറ്റ് ഹോം ആസ് മച്ച് ആസ് യു ക്യാൻ. ഞാൻ വർക്കിന് പോകുന്നതായതുകൊണ്ടാണ് ഞാനും പുറത്തിറങ്ങിയത്. പക്ഷെ നാളെ തൊട്ടാണ് ശരിക്കും പിന്നെ സിവിയർ ആയിട്ടുള്ള വാർണിംഗ് ഉള്ളത്. വാർണിംഗ് ഇപ്പം നമുക്ക് ഒരാഴ്ചയായിട്ടുണ്ട്. ഇത് വരുന്നുണ്ട് എന്നുള്ളൊരു കാര്യം. ഇപ്പോൾ എല്ലാവരും മൂവ് ഔട്ട് ആയിട്ടുണ്ട്. കണ്ടോ, എല്ലാ ഷോറൂമും എംറ്റിയാണ്. സാൻഡ് ബാഗൊക്കെ വെച്ചിട്ട് ഇവർ പിന്നെ ഡോർവേ ഒക്കെ കവർ ചെയ്തിട്ടുണ്ട്. ഇവിടെയൊക്കെ സാധാരണ ആൾക്കാരൊക്കെ ഉണ്ടാകുന്ന സ്ഥലമാണ്. എല്ലാവരും തന്നെ വീട്ടിലിരിക്കുവാണ്. മീൻസ് നമ്മൾ ഈ സൈക്ലോൺ ആയതുകൊണ്ടാണ് നമുക്ക് അറിയത്തില്ലല്ലോ എന്താ സംഭവിക്കുക എന്നുള്ളത്. അത് വേറൊരു കാര്യം. അങ്ങനെ പിന്നെ ഇതിലൂടെ ഒന്ന്
നമ്മളൊന്ന് കറങ്ങുവാണ്. പിന്നെ ആൾക്കാർ ഇപ്പം സാധനങ്ങൾ എസെൻഷ്യൽ ഐറ്റംസൊക്കെ ഗ്യാസ്, പിന്നെ നമ്മുടെ പാല്, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ എപ്പോഴും നമുക്ക് ആവശ്യമുള്ളതല്ലേ. ഇപ്പം എത്ര നാളാണ് കറണ്ട് പോകുകയെന്നൊന്നും അറിയില്ലല്ലോ. അപ്പം അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് ആൾക്കാർ പുറത്ത് ഇറങ്ങുന്നുണ്ട്. എന്നാലും വളരെ കുറവാണ്. എല്ലാവരും സേഫായിട്ട് ഇരിക്കുവാണ്. ഇത് ഈ ഷോപ്പുകളൊക്കെ പിന്നെ ഇവാക്യുവേറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് വുൾവർത്തിൻ്റെ കാർ പാർക്കാണ്. വുൾവർത്ത് പിന്നെ ഓപ്പൺഡാണ് എന്നുവെച്ചാൽ അത് അപ്സ്റ്റേഴ്സിലാണ്, അതുകൊണ്ട് കുഴപ്പമില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് സാധനങ്ങൾ വാങ്ങണമെങ്കിൽ പോകാം. പിന്നെ ഇത് 6-ാം തീയതി ഷൂട്ട് ചെയ്ത വീഡിയോ ആണ്. പിന്നെ 7-ാം തീയതി അങ്ങനെ കാരണം ആൾക്കാർ സാധനങ്ങളൊക്കെ മാറ്റുന്നുണ്ട്. ഇത് പോലീസിൻ്റെ ഒരു പിന്നെ റെസ്ക്യൂ വാനാണ്. ഇവിടെ നിർത്തിയിട്ടുണ്ട്. ബോട്ടും ഒക്കെ സജ്ജീകരിച്ച് നിർത്തിയിട്ടുണ്ട്. പിന്നെ ഇവിടെയൊക്കെ ആൾക്കാർ എമർജൻസി സർവീസിൻ്റെ ആൾക്കാരൊക്കെ ഇതൊരു കോഫി ഒരു ഇതാണ്. അവിടെ ആൾക്കാർ പിന്നെ എമർജൻസി സർവീസൊക്കെ വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ പിന്നെ വൈകുന്നേരമായി, ഇപ്പം വീട്ടിലാണ്. ഇപ്പം നല്ല ഹെവി റെയിൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മളിനിയിപ്പോൾ ഇനിയെങ്ങും പോകുന്നില്ല. എല്ലാവരും സേഫായിട്ടിരിക്കാനുള്ള വാർണിംഗ് വന്നിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവും. അതൊരു നാച്ചുറൽ ഡിസാസ്റ്ററിൻ്റെ ഒരു വീഡിയോ ആണ്. ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ.